മിശിഹായിലെ സ്നേഹം നിറഞ്ഞവരെ, കൈത്താക്കാലം 7-ാം തിങ്കളാഴ്ച കേൾക്കപ്പെടാൻ പോകുന്ന സുവിശേഷ ഭാഗം മർക്കോസിന്റെ സുവിശേഷം 12-ാം അധ്യായം 28 മുതൽ 34 വരെയുള്ള തിരുവചന ഭാഗങ്ങളാണ്. രണ്ട് സുപ്രധാന കൽപ്പനകൾ ഈശോ നൽകുകയാണ്. അതിലായിരുന്നു നിയമത്തിൻ്റെയും പ്രവാചകന്മാരുടെയും അടിസ്ഥാനവും അടിത്തറയും. അതിൽ ആദ്യത്തെ കൽപ്പന ദൈവത്തെ പൂർണ്ണമായി സ്നേഹിക്കുക എന്നുള്ളതാണ്. രണ്ടാമത്തേത് നിന്നെപ്പോലെ നിന്റെ അയൽക്കാരനെയും സ്നേഹിക്കുക എന്നുള്ളതാണ്. രണ്ടിൻ്റെയും ഒടുവിലത്തെ വാചകം ഈ സ്നേഹമാണ്. ഒരർത്ഥത്തിൽ നമ്മൾ ഈ ഭൂമിയിൽ ചെയ്യുന്ന എല്ലാ കാര്യങ്ങൾക്ക് പുറകിലും ഈശോയോടുള്ള സ്നേഹമായിരിക്കണം. അതുകൊണ്ടാണല്ലോ ബോബി കട്ടികാടച്ചനൊക്കെ എഴുതി വെച്ചിരിക്കുന്നത്, ഈ ലോകത്തിൽ ഒരൊറ്റ പാപമേ ഉള്ളൂ, അത് നമ്മുടെ ഉള്ളിൽ നിന്നും ദൈവസ്നേഹം കുറഞ്ഞു പോകുന്നു എന്നുള്ളത് മാത്രമാണ്. നമ്മളത് കുമ്പസാരക്കൂട്ടിൽ പല ഫോംസിൽ പല പാപങ്ങളായിട്ട് ഏറ്റുപറയുന്നു എന്നുള്ളതേ ഉള്ളൂ. ഒരൊറ്റ പാപത്തിൻ്റെ ലംഘനമേ ഉള്ളൂ, അത് നമ്മുടെ ഉള്ളിൽ നിന്നും ദൈവസ്നേഹം കുറഞ്ഞു പോകുന്നു എന്നുള്ളത് കൊണ്ടാണ്. നമ്മൾ ഈ ഭൂമിയിൽ ചെയ്യുന്ന എല്ലാ കാര്യങ്ങൾക്ക് പുറകിലും ഈശോയോടുള്ള സ്നേഹമായിരിക്കണം. പരിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുന്നതും ദേവാലയത്തിൽ പോകുന്നതും കൂദാശകൾ സ്വീകരിക്കുന്നതും എല്ലാം അനുഗ്രഹങ്ങൾക്ക് വേണ്ടി ആയിരിക്കരുത്, മറിച്ച് ഈശോയോടുള്ള സ്നേഹം കൊണ്ട് മാത്രമായിരിക്കണം. മിശിഹ നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.